ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തൃശൂർ എജിസ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലെ മുടിക്കോട് വൻ ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും കുഴികളുമാണ് കുരുക്കിനിടയാക്കിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അപകടപ്പാച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഉയരുന്നു. പ്രതിദിനം 10,000-ന് മുകളിലാണ് പനി ബാധിതരുടെ എണ്ണം. ആരോഗ്യവകുപ്പ് കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ലെന്ന് പരാതി. ജില്ലയിലെ DYSPമാർക്കും SHOമാർക്കും മാറ്റം. സലീഷ് N ശങ്കരൻ തൃശൂർ ACP, ഗുരുവായൂരിൽ TS സിനോജ്. വാർത്തകൾ വിശദമായി. SFI പ്രവർത്തകർ എജിസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. NTA പറയുകയാണ്, നീറ്റ് എക്സാമിൽ എന്തായിരുന്നു ക്രമക്കേട്? നീറ്റ് എക്സാമിലും വിൽക്കുന്ന സാഹചര്യമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. നടന്നിരുന്ന സാഹചര്യത്തിൽ നിന്നുമെല്ലാം വ്യത്യാസപ്പെട്ട് ാക്കണമെന്നുള്ള ഒരൊറ്റയിലേക്ക് നീറ്റും നെറ്റും ഒട്ടനവധി മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലെ മുടിക്കോട് വൻ ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും സർവീസ് റോഡിലെ കുഴികളുമാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ 200 മീറ്റർ ദൂരത്തോളം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെയാണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് കിണറുണ്ടായിരുന്ന പ്രദേശത്താണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മൺതിട്ടകളും കോറി വേസ്റ്റും ഉപയോഗിച്ച് കുഴിയടച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അപകടപ്പാച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന് സമീപമാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്കൂട്ടർ യാത്രികയെ ഇടിച്ചിട്ടത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന അലീനാസ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് മുന്നിൽ പോയിരുന്ന കോണത്തുകുന്ന് സ്വദേശി 27 ലക്ഷം വീട്ടിൽ ഷാബിന്റെ ഭാര്യ കരിഷ്മ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലിടിച്ച് അപകടം സൃഷ്ടിച്ചത്. റോഡിൽ എതിരെ വാഹനങ്ങൾ വരാതിരുന്നിട്ടും അലക്ഷ്യമായ ഡ്രൈവിംഗിനെ തുടർന്നാണ് അരികു ചേർന്ന് പോയിരുന്ന ഇരുചക്രവാഹനത്തിൽ ബസിന്റെ പുറകുവശം തട്ടി യാത്രിക റോഡിൽ വീണത്. ഇത് സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. പെർമിറ്റിലുള്ള സമയത്തേക്കാൾ കുറവ് സമയത്താണ് ഇവർ സർവീസ് നടത്തുന്നതെന്ന് ബസ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും വർഷങ്ങൾക്ക് മുൻപുള്ള ടൈം ഷെഡ്യൂൾ പരിഷ്കരിക്കുന്നതിനോ എയർ ഹോൺ, സ്പീഡ് ബ്രേക്കർ തുടങ്ങിയവ പരിശോധിക്കുന്നതിനോ അധികൃതർ തയ്യാറാവുന്നില്ല. ഇരിങ്ങാലക്കുടയിൽ തന്നെ ടൗണിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സ്റ്റോപ്പിൽ നിന്നല്ലാതെ യാത്രികരെ കയറ്റുകയും ഈ സമയം നികത്താൻ അമിത വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നതായി ഓർഡിനറി ബസ് തൊഴിലാളികളും പരാതി ഉന്നയിക്കുന്നുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഉയരുന്നു. പ്രതിദിനം 10,000-ന് മുകളിലാണ് പനി ബാധിതരുടെ എണ്ണം. പകർച്ചവ്യാധി കണക്ക് കുത്തനെ ഉയരുകയാണ്. ഡെങ്കിപ്പനി വ്യാപകമാണ്. എലിപ്പനി, H1N1 പനികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പനി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ ഈ മാസം 1-ന് ആരംഭിച്ചിരുന്നു. ഇതേസമയം ആരോഗ്യവകുപ്പ് കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ലെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്.
ജില്ലയിലെ ഡിവൈഎസ്പിമാർക്കും SHOമാർക്കും സ്ഥലം മാറ്റം. തൃശൂർ ACP ആയി സലീഷ് N ശങ്കരനെ നിയമിച്ചു. TS സിനോജാണ് ഗുരുവായൂർ ACP. CR സന്തോഷിനെ കുന്നംകുളത്തും VK രാജുവിനെ കൊടുങ്ങല്ലൂരും നിയമിച്ചു. KG സുരേഷാണ് ഇരിങ്ങാലക്കുട DYSP. MJ ജിജോയെ തൃശൂർ ടൗൺ ഈസ്റ്റ് SHO ആയി നിയമിച്ചു. ടൗൺ വെസ്റ്റ് SHO ആയി P ലാൽകുമാറിനെയും P അജിത് കുമാർ പീച്ചി, KS രതീഷ് പേരാമംഗലം, K സതീഷ് കുമാർ ചേലക്കര, PV രമേശിനെ നെടുപുഴ SHO ആയും നിയമിച്ചു. ലഭ്യത വർദ്ധിച്ചതോടെ ചെമ്മീനിന് വിലയിടിഞ്ഞു. പൂവാലൻ ചെമ്മീൻ കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ വിറ്റഴിച്ചു. കഴിഞ്ഞ ദിവസം ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഒരുപോലെ ചെമ്മീൻ ധാരാളമായി ലഭിച്ചതോടെയാണ് വിപണിയിൽ വിലയിടിഞ്ഞത്. ലഭ്യത വർദ്ധിച്ചതോടെ കയറ്റുമതി കമ്പനിക്കാർ ചെമ്മീനിന് വില കുറയ്ക്കുകയായിരുന്നു. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ചെമ്മീൻ കുന്നുകൂടിയതോടെയാണ് പ്രാദേശിക വിപണിയിൽ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ലാത്തത്ര വിലക്കുറവുണ്ടായത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മിനി ഹാർബറിൽ ചാകര കണക്കെ ചെമ്മീൻ വന്നെത്തി. പൊതുവെ മികച്ച വില ലഭിക്കുന്ന പൂവാലൻ ചെമ്മീനാണ് വല നിറയെ ലഭിക്കുന്നത്. ഒരാഴ്ചയിലധികം ചെമ്മീൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലഭ്യത വർദ്ധിച്ചതിന്റെ സന്തോഷം വിലയിടിവിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മത്സ്യബന്ധന മേഖല. ഇതേസമയം മറ്റ് മത്സ്യങ്ങൾക്ക് വില ഉയർന്നു തന്നെ തുടരുകയാണ്. സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ ബാഗിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതി ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് സ്വദേശിനി ഗായത്രിയാണ് പിടിയിലായത്. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സിലാണ് സംഭവം. കണ്ണമ്പ്രയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയുടെ ബാഗിലെ പണമാണ് യുവതി മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം കനാൽ ഓഫീസ് പഴമ ചോരാതെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചു. കാഞ്ഞിരപ്പുഴയിൽ നിന്നും ആരംഭിച്ച് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അവസാനിക്കുന്ന തോടിന്റെ കരയിലാണ് കനാൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡച്ചുകാർ നിർമ്മിച്ച ബംഗ്ലാവാണ് കാലക്രമേണ ജലയാനങ്ങളുടെ നികുതി പിരിക്കുന്ന കനാൽ ഓഫീസായി മാറിയത്. തിരുവഞ്ചിക്കുളം ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്ന കൊച്ചി രാജാവിന്റെ വിശ്രമ കേന്ദ്രമായും ഒരു കാലത്ത് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. ജീർണാവസ്ഥയിലായിരുന്ന കനാൽ ഓഫീസ് ഏറെക്കുറെ പൂർണ്ണമായും നിലം പതിച്ചിരുന്നു. മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.92 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പുനർനിർമ്മിച്ചത്. ശനിയാഴ്ച ഓഫീസിന്റെ സമർപ്പണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. PME-GP സംരംഭകരെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്മോൾ എന്റർപ്രനേഴ്സ് കൌൺസിൽ പ്രധാനമന്ത്രിക്ക് 1000 കത്തുകൾ അയക്കും. പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി പ്രകാരം സ്വന്തമായി ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത സംരംഭകർക്ക് സബ്സിഡി തുക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തുകൾ അയക്കുന്നത്. പദ്ധതി പ്രകാരം ലഭ്യമായ 35% സബ്സിഡി തുക സംരംഭകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ വന്നിട്ടും ആ സംഖ്യ വായ്പയിൽ വരവ് ചെയ്ത് കിട്ടാത്തതാണ് സംരംഭകരെ വലയ്ക്കുന്നത്. സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ യൂണിറ്റ് പരിശോധന നടത്തിയാലേ തുക അക്കൌണ്ടിൽ വരവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിൽ അധികൃതർ കാലതാമസം വരുത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധി. ഇതുമൂലം ആയിരക്കണക്കിന് ചെറുകിട സംരംഭകരാണ് കടക്കെണിയിലായത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT ഡേവിഡ്, ഓർഗനൈസിംഗ് സെക്രട്ടറി അസീസ് അവേലം, രക്ഷാധികാരി KP കമലാകരൻ, മുഹമ്മദ് കോഴിക്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരിമ്പൂരിലും കണ്ടശാങ്കടവിലും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ സ്കൂളിലെത്തി അധ്യയനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. SFI അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അരിമ്പൂർ ഹൈസ്കൂളിൽ 10ഓളം പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധിച്ചെത്തിയത്. പഠിപ്പ് മുടക്കിൽ സഹകരിച്ച വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. എന്നാൽ സ്കൂൾ അധികാരികൾ ഇതിന് തയ്യാറായില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പേരിൽ സ്കൂളിൽ അധ്യയനം തടസ്സപ്പെടാൻ അനുവദിക്കില്ലെന്നത് PTA കമ്മിറ്റിയുടെ തീരുമാനമാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്തിക്കാട് SI ജോസി ജോസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. SFI ലോക്കൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, പ്രസിഡന്റ് അഞ്ജലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇവരെയും പോലീസ് എത്തിയാണ് നീക്കം ചെയ്തത്.
സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാൻ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തും. നാഷണൽ സർവീസ് സ്കീമിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിൽ UDID കാർഡിന് ഏറെ പ്രാധാന്യമുണ്ട്. 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ളതും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും അടിസ്ഥാന രേഖയായി പരിഗണിക്കാവുന്ന ഈ കാർഡ് സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. യോഗത്തിൽ മന്ത്രി MP രാജേഷും പങ്കെടുത്തു. BJP കൈപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെയും മണ്ഡലം പ്രസിഡന്റ് KN വിനയ് കുമാറിന്റെയും പേരിൽ 107 വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. മണ്ഡലം ജനറൽ സെക്രട്ടറി KV നന്ദകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് പോട്ടോർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജീഷ്, മണ്ഡലം സെക്രട്ടറി ദാസ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്വാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ തീർത്ഥാടകരെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് നാലമ്പല ദർശനപാത ഒരുക്കിയിട്ടുള്ളത്. തിരുവില്വാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രവും പുൽപ്പുര മന്ദം ഭരതക്ഷേത്രവും കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രവും ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല ദർശനപാത ഒരുക്കിയിരിക്കുന്നത്. നാലമ്പല ദർശന യാത്രാവഴികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രോഷ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AB ദിവാകരന് നൽകി നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ജയപ്രകാശ് കുമാർ, ക്ഷേത്ര മാനേജർ മനോജ് K നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 16 മുതൽ ഓഗസ്റ്റ് 16 വരെ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പ്രസാദൂട്ടും വിശേഷാൽ ദിവസങ്ങളിൽ രാവിലെ ഔഷധക്കഞ്ഞി വിതരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വില്വാദ്രിനാഥ ക്ഷേത്ര മാനേജർ മനോജ് K നായർ പറഞ്ഞു. കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഏറെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുന്ന രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസം വന്നെത്തിയിരിക്കുകയാണ്. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രവും ഇവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ മാത്രം അകലെ കുഴൽമന്നത്തിനടുത്ത് പുൽപ്പുരമന്ദം ഭരതക്ഷേത്രം, കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിന്റെ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലമുള്ള ഏറ്റവും തിരക്ക് കുറഞ്ഞ ഒരു നാലമ്പല ദർശന പാത ഒരുക്കിയിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. കർക്കിടകത്തിലെ ദുരിതങ്ങളെ മറികടക്കുന്നതിനു വേണ്ടി ദാശരഥി ക്ഷേത്ര ദർശനങ്ങളും രാമായണ ശ്രവണവുമെല്ലാം ഹൈന്ദവ ഭക്തരുടെ ഒരു രീതി തന്നെയായി മാറിയിട്ടുണ്ട്. തീർച്ചയായും ആ ഭക്തർക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ 4 ദാശരഥി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി കർക്കിടക മാസ രാമായണ മാസ പുണ്യം നുകരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കുന്നംകുളം കക്കാട് വാദ്യകലാക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കക്കാട് പുരസ്കാരത്തിന് പ്രശസ്ത തിമില ആചാര്യൻ പരക്കാട് തങ്കപ്പൻ മാരാരും, മേളാചാര്യ പുരസ്കാരത്തിന് വെളുത്തുരുത്തി ഉണ്ണി നായരും അർഹരായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇതിനു പുറമെ പുതിയതായി ഏർപ്പെടുത്തിയ ക്ഷേത്രകലാ പുരസ്കാരത്തിന് ഓട്ടൻതുള്ളൽ കലാ ആചാര്യൻ മണലൂർ ഗോപിനാഥനും, വാദ്യപ്രതിഭ പുരസ്കാരത്തിന് കലാമണ്ഡലം മുരുകദാസും, യുവപ്രതിഭ പുരസ്കാരത്തിന് കലാമണ്ഡലം രതീഷും അർഹരായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. ഈ മാസം 28-ന് കുന്നംകുളത്ത് നടക്കുന്ന 24ാമത് വാർഷിക പൊതുയോഗത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ തിരുവല്ല രാധാകൃഷ്ണൻ, പാഞ്ഞാൾ വേലുക്കുട്ടി എന്നിവരെയും ചെണ്ട ഇടയ്ക്ക തിമില നിർമ്മാണ കലാകാരനായ റെജി വെള്ളറക്കാടിനെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാദ്യകലാക്ഷേത്രം സെക്രട്ടറി കക്കാട് രാജപ്പൻ മാരാർ, വൈസ് പ്രസിഡന്റ് K സുരേഷ് കുറുപ്പ്, ഭരണസമിതി അംഗങ്ങളായ മധു K നായർ, MK ബിജു മാരാർ, EN ശ്രീകാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനാണ് ദേശീയ തലത്തിലുള്ള NVH എൻട്രി ലെവൽ അംഗീകാരം ലഭിച്ചത്. ദേശീയ തലത്തിലേക്കുള്ള സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കുന്നതിനായുള്ള എല്ലാ പിന്തുണയും നൽകിയ പഴയന്നൂർ പഞ്ചായത്തിനെ അനുമോദിക്കാനായി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ ഹോമിയോപ്പതി വകുപ്പിന്റെ മൊമെന്റോ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഏറ്റുവാങ്ങി. പഴയന്നൂർ പഞ്ചായത്ത് ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ കീഴിൽ സ്ഥാപനത്തെ ആയുഷ് ഹെൽത്ത് ആൻഡ് സെന്ററായി ഉയർത്തുകയും ചെയ്തിരുന്നു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തകം ശനിയാഴ്ച പ്രകാശനം ചെയ്യും.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുവർ ഫ്രണ്ട്ലി ഗൈഡ് ടു ദി ഫ്യൂച്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന പുസ്തകം രചിച്ചത് അമേരിക്കയിൽ താമസമാക്കിയ സോണി തോമസ് അമ്പൂക്കനും ബംഗളൂരുവിലെ താമസക്കാരനായ സഞ്ജയ് ഗോപിനാഥും ചേർന്നാണ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ശനിയാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ് പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രചയിതാക്കളായ സോണി തോമസ് അമ്പൂക്കൻ, സഞ്ജയ് ഗോപിനാഥ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി NI വർഗീസ് എന്നിവർ പങ്കെടുത്തു. BJP ചേലക്കര നിയോജകമണ്ഡലം നേതൃയോഗം BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര നിയോജകമണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതൃയോഗം സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മേഖലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തപ്പറമ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ തുടങ്ങിയവർ നേതൃയോഗത്തിൽ പങ്കെടുത്തു. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ഇൻചാർജ് ജസ്റ്റിൻ ചേട്ടൻ CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞുവെക്കുകയാണെന്നും ആരോപിച്ച് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MV ധനീഷ് അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം E. ചന്ദ്രൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, വൈസ് പ്രസിഡന്റ് VM സുരേന്ദ്രൻ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഇവിടെ നമ്മുടെ വാർഡുകളിലെ കടങ്ങോട് പഞ്ചായത്ത് സ്വന്തം സ്ഥലം, അതും കുട്ടികൾക്ക് കളിക്കാൻ. ഇതുവരെ പറയുന്നത് എന്താണെങ്കിൽ സാധാരണക്കാരുള്ള പദ്ധതികളാണ്. നമുക്കറിയാം, ഒരു വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി മുതൽ അവിടുത്തെ ഏറ്റവും അവശനായി കിടക്കുന്ന ഒരു വയോധികന് വരെ കിട്ടാവുന്ന വനം മഹോത്സവത്തോടനുബന്ധിച്ച് കേരള വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രിയും കേന്ദ്രീയ വിദ്യാലയ പുറനാട്ടുകരയും സംയുക്തമായി വിദ്യാലയത്തിൽ തണ്ണീർ പക്ഷികളുടെ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കൺസർവേറ്റർ K. മനോജ്, പ്രിൻസിപ്പാൾ PV സുധാകരൻ, പരിസ്ഥിതി ക്ലബ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ MS ശ്വേത തുടങ്ങിയവർ സംസാരിച്ചു. PK ആശാദേവി, PV പ്രദീപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മുരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പൂവ് എന്ന ലക്ഷ്യത്തോടെ മുരിയാട് പഞ്ചായത്തിലെ കർഷകർക്കായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KU വിജയൻ, സരിത സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് പട്ടത്ത്, മണി സജയൻ എന്നിവർ പങ്കെടുത്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സോജൻ ജോബ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പള്ളി ട്രസ്റ്റിമാരായ സോണി മുരിങ്ങത്തേരി, ജിജോ ജോസ്, ഫ്രാൻസിസ് ചെറുവത്തൂർ, ജിജോ ചെമ്പകശ്ശേരി, വിവിധ സംഘടനാ ഭാരവാഹികളായ തോമസ് പുത്തൂർ, ആന്റണി ചെറുവത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ ഭാഷകളും വളർന്നത് അങ്ങനെയാണ്. ലോകത്തെ മുഴുവൻ വെളിച്ചം കൊണ്ട് നയിച്ചത് ഈ ബൈബിൾ. മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ ആൻസൺ, കേന്ദ്രസമിതി കൺവീനർ ബാബു ചിറയത്ത്, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു തൊമാന തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. AKPA ജില്ലാ ജീവകാരുണ്യ പ്രവർത്തന ചെയർമാൻ PV ശിവാനന്ദൻ, കൺവീനർ AV ഫ്ലഡൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ വിനു ക്യാമ്പിന് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പറപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലേഡീസ് ഫ്രണ്ട്ലി ശുചിമുറി ബ്ലോക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു.
തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ, സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി ജോസ്, പഞ്ചായത്ത് മെമ്പർ ഷീന വിൽസൺ, പ്രിൻസിപ്പൽ ഡെൻസി, ഹെഡ്മാസ്റ്റർമാരായ പി വി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശൌചാലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മേൽശാന്തി അനീഷ് കൈലാസം, കോമരം മാരാത്ത് വാസുദേവൻ, സമിതി പ്രസിഡന്റ് എം രാമകൃഷ്ണൻ, സെക്രട്ടറി രാജു മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6675, പവന് 53,400, വെള്ളി ഗ്രാമിന് 97, പ്ലാറ്റിനം ഗ്രാമിന് 3618 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തൃശൂർ എജിസ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലെ മുടിക്കോട് വൻ ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും കുഴികളുമാണ് കുരുക്കിനിടയാക്കിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അപകടപ്പാച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഉയരുന്നു. പ്രതിദിനം 10,000-ന് മുകളിലാണ് പനി ബാധിതരുടെ എണ്ണം. ആരോഗ്യവകുപ്പ് കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ലെന്ന് പരാതി. ജില്ലയിലെ DYSPമാർക്കും SHOമാർക്കും മാറ്റം. സലീഷ് N ശങ്കരൻ തൃശൂർ ACP, ഗുരുവായൂരിൽ TS സിനോജ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.